ബാറ്റ്മാൻ കേപ്പ് ദി ക്രൂസേഡർ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു അനിമേറ്റഡ് സീരീസാണ്. 10 എപ്പിസോഡുള്ള ഒരു സീരീസ്. അരമണിക്കൂറാണ് ഇതിൻ്റെ ഒരു എപ്പിസോഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5 മണിക്കൂർ കൊണ്ട് ഈ ഒരു സീരീസ് എൻ്റയറായിട്ട് കണ്ടു തീർക്കാൻ പറ്റും. ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇത് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആമസോൺ പ്രൈമിൻ്റെ DC ബേസ് ചെയ്തിട്ടുള്ള ഒരു അനിമേറ്റഡ് കോമിക് സീരീസാണ്. അപ്പം യൂഷ്വലി നമ്മൾ DCയുടെ അനിമേറ്റഡ് സീരീസുകളൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കൈറ്റ്മാനോ ഹാർലിക്വിനോ ഏത് സീരീസുകൾ നോക്കുകയാണെങ്കിലും അത് കുറച്ച് ഫണ്ണി എലമെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള സീരീസുകളായിരിക്കും. പക്ഷേ അത് പ്രതീക്ഷിച്ച് പോകരുത്. ഇത് പക്ക ഡാർക്ക് ഡ്രാമ സീരീസാണ്. അത് ഞാൻ പറയാനുള്ള കാരണമുണ്ട്. ബാറ്റ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടറെ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അത് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സീരീസ്. ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നമ്മൾ ലൈവ് ആക്ഷനിൽ കിട്ടുന്ന ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ ഒരു അനിമേറ്റഡ് സീരീസിനകത്തുണ്ട്. അത് ഓരോ എപ്പിസോഡിലും ഓരോ ഡിഫറെൻറ്റ് സ്റ്റോറീസ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിഫറെൻറ്റ് വേർഷൻസ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ബാറ്റ്മാനൊക്കെ കുറച്ച് പ്രസൻറ്റ് വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റില്ല. ടൈം ലൈൻ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് പഴയ ബാറ്റ്മാൻ്റെ വേർഷനാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ ഇത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ 10 എപ്പിസോഡുകളും. അതായത് ഓരോ എപ്പിസോഡിലും ഗംഭീരമായിട്ട് സ്റ്റോറി കൊണ്ടുവന്നിട്ട് ആ ഒരു ബാറ്റ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്തെ ഓരോ വില്ലൻ ക്യാരക്ടേഴ്സിനെ ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് ഹാർലിക്വിനെ കാണിക്കുന്നുണ്ട്, പെൻഗ്വിനെ കാണിക്കുന്നുണ്ട്, അങ്ങനെ കുറേ അധികം നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു ഡിഫറൻറ്റ് വേർഷനാണ് ഇതിനകത്ത് കാണിച്ചു പോകുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ആ ഒരു പ്രസൻറ്റിങ് രീതി ഭയങ്കര രസമാണ്. ഒരു എന്താ ഭയങ്കര ഡാർക്ക് ഷെയ്ഡുള്ള, ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, കുറച്ച് ഡാർക്ക് ഷെയ്ഡോടുകൂടിയാണ് കാണിക്കുന്നത് എന്നുള്ളത്. അതങ്ങനെയാണ് കാണിച്ചു പോകുന്നത്. പിന്നെ ഹാർവി ഡെന്നിനെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇൻഡിവിജ്വൽ സ്റ്റോറിയാണ് ഓരോ എപ്പിസോഡെന്ന് പറഞ്ഞെങ്കിലും ബാക്ക് സ്റ്റോറി അങ്ങനെ പോകുന്നുണ്ട്. അതായത് ഒരു ബാക്ക് സ്റ്റോറി പോകുന്നു, പക്ഷേ ഓരോ ഇൻഡിവിജ്വൽ എപ്പിസോഡിൽ ഓരോ മെയിൻ സ്റ്റോറിയും അങ്ങനെയാണ് ഇതിനകത്ത് 10 എപ്പിസോഡുകളും കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അതായത് ബാറ്റ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് കണ്ടിരിക്കാൻ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതായത് ഞാൻ ഭയങ്കര ഹ്യൂജ് ബാറ്റ്മാൻ ഫാനാണ്. അത് നോളൻ്റെ ബാറ്റ്മാൻ കണ്ടപ്പോൾ തൊട്ട് ആ ഒരു ബാറ്റ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്യണം, ക്യാരക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അറിയണം, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ പോയി ബാറ്റ്മാൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള എന്ത് വന്നാലും ഞാൻ കാണുമായിരുന്നു. ഗോതം എന്ന് പറയുന്ന സിറ്റി ഞാൻ ഫുൾ ഇരുന്ന് കണ്ടതാണ്. ഭയങ്കര ലാഭമുള്ളൊരു സാധനമാണ്. അങ്ങനെ ബാറ്റ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് അല്ലെങ്കിൽ DC ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമായിരിക്കും. അല്ലാണ്ട് ബാറ്റ്മാനെക്കുറിച്ചോ DCയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരാൾക്ക് ഞാൻ ഈ ഒരു സീരീസ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ചിലപ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം. പ്രത്യേകിച്ച് ഇത് കുറച്ച് ഡാർക്ക് ഡ്രാമയാണ്. അതിൻ്റെ കൂടെ ഈ ഒരു ക്യാരക്ടറിനെ അറിയില്ല, ഇതിനകത്ത് ഒരു ക്യാരക്ടേഴ്സിനെ അറിയാതെ പോയി കാണുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് മൊത്തത്തിൽ ബോറിംഗ് ഒരു ഫീലായിരിക്കും അവർക്ക് കിട്ടുന്നത്. ഇതിൻ്റെ എനിക്കെടുത്ത് പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഭയങ്കര ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഓരോ എപ്പിസോഡുകളും ആ ഒരു നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് 23 മിനിറ്റിൽ അവർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു ഗംഭീര സാധനം. ഇതിൻ്റെ ഒരു സീസൺ 2 പറ്റിയിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. മേ ബി ഒരു സീസൺ 2 ഒക്കെ വരാം എന്നുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ പോയി കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഈ ഒരു ബാറ്റ്മാൻ കേപ്പ് ദി ക്രൂസേഡർ എന്ന് പറയുന്ന സീരീസ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണോ അത് നിങ്ങൾ പറയാം.